നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം. ശ്രീമദ് അധ്യാത്മരാമായണം, അതിലെ ഉത്തരരാമായണത്തിലെ ഉത്തരകാണ്ഡ്, അതിൽ രാമഗീത 5-ാമത്തെ അധ്യായം ഇപ്പോൾ പാരായണം ചെയ്യുന്നു. ശ്രീ മഹാദേവൻ പറഞ്ഞു: ഓം. ലോകത്തിൽ മംഗളം കാംക്ഷിച്ചു ശ്രീരാമനാചരിച്ചു സ്വന്തം ധർമ്മത്തെ വേണ്ടപ്പോൾ രാമായണ കീർത്തി പൊക്കി വ്യോമസമം രാജർഷിയായി കർമ്മയോഗത്താൽ ശ്രീഹരി തത്വങ്ങളോരോന്നായി സൗമിത്രി ചോദിച്ചു. തത്വം പറയും കഥകളെ രാമനും സൂര്യവംശസ്ഥിത ഭക്തരാജാക്കൾ തൻ ദിവ്യോപദേശ കഥകളെ ഓതിനാൻ സൗമിത്രിയോടു പറഞ്ഞു. നൃഗരാജൻ ധർമ്മിഷ്ഠനെങ്കിലും കർമ്മവശകനായി തിര്യക്കിൻ ദേഹത്തിൽ വാഴേണ്ടി വന്നല്ലോ. ദത്താപഹാരത്തെ ചെയ്തോരു തെറ്റിനാൽ ദാനവ്രതൻ പശുദാന സമയത്ത് മറ്റൊരു ബ്രാഹ്മണനേകി ഒരു പശു രാജാവിൻ ഗോധനക്കൂട്ടത്തിൽ വന്നെത്തി. ഒട്ടുമറിയാതെ വിപ്രനു നൽകിയ ഗോവിൻ അവകാശം ആദ്യത്തെ ബ്രാഹ്മണൻ ഉന്നയിച്ചപ്പോൾ അബദ്ധം മനസ്സിലായി. രാജാവ് ചൊല്ലി, പകരം 1,00,000 ഗോക്കളെ നൽകാം ഈ പാപനാശത്തിനായി. രണ്ടാളും കേട്ടില്ല. ദുഃഖിതനായി നൃപൻ പശ്ചാത്തപിച്ചു, പരിഹാരമെന്തിനി? കാലം കഴിഞ്ഞു. നൃഗൻ വിട്ടു ദേഹത്തെ കാലപുരിക്കെത്തി കാരണദേഹിയായി. മൃത്യുദേവൻ ചൊല്ലി, ഓന്താകുവാൻ നൃഗ കൃഷ്ണൻ സവീതത്തിലെത്തും വരെ ഭവാൻ. രാജാ നൃഗനോട് ധർമ്മൻ ക്ഷമയോതി, ലക്ഷ്മണ നമ്മുടെ പൂർവികർ ധന്യരായി. പിന്നീട് ശ്രീകൃഷ്ണ സ്പർശത്താൽ മുക്തനായി. കൃഷ്ണനോദി അപ്പോൾ ഗോപരോടിങ്ങനെ: ബ്രഹ്മസ്വം ദേവസ്വം കട്ടെടുത്താൽ ഫലം കുംഭിഭാഗം കുലനാശം സതീർത്ഥ്യരെ. കാളകൂടത്താൽ അവൻ മാത്രം ചത്തിടും, ദിവ്യധനം തൊട്ടാൽ സർവനാശം ഫലം. നാശം 21 തലമുറ പാപികളായി തീരും മേലെയും കീഴുമായി. മറ്റൊരിക്കൽ രാമനോടായി ശ്രീലക്ഷ്മണൻ ഭക്ത്യാദര പൂർവം കാൽക്കൽ നമിച്ചോതി. ശുദ്ധബുദ്ധി പരമാത്മാവാം സാക്ഷിയായി ജീവജാലത്തിൽ വസിക്കും മഹാമതേ. തേൻ കുടിക്കാൻ വരും വണ്ടുപോൽ ജ്ഞാനികൾ ആകാരമില്ലാത്തൊരാത്മാവിൻ കാൽകളിൽ വീഴുന്നു മോക്ഷത്തിനെന്നും കൊതിക്കയാൽ ഞാനും ഈ കാൽക്കൽ നമിക്കുന്നു ശ്രീപദേ. സംസാരം താണ്ടുവാൻ യോഗികൾ ധ്യാനിക്കും തൃപ്പാദ പത്മത്തിൽ ജ്ഞാനം ഇതാഹരേ. മുക്തനായി തീരുവാൻ സാഷ്ടാംഗം വീഴുന്നു, ജ്ഞാനോപദേശം തരേണമേ എന്നുള്ള സൗമിത്രി വാക്യത്തെ കേട്ടു നാരായണൻ. ലോകോപകാരാർത്ഥം തന്നെ വാക്കിനാൽ ആർത്തനം അർത്ഥിക്കും ജിജ്ഞാസുവിനുമായി ജ്ഞാനിക്കും വേണ്ടത് നൽകാൻ കൊതിക്കയാൽ വേദാനുസാരമാം വിജ്ഞാന സന്ദേശം അജ്ഞാനം തീർക്കാനായി ചൊല്ലിത്തുടങ്ങിനാൻ. പുത്രാനാം ആദ്യത്തിൽ സ്വന്തം കുലധർമ്മം നിഷ്ഠ വിടാതെ ശ്രമപ്പെട്ടു ചെയ്യണം. ചിത്തശുദ്ധി വരും അപ്പോൾ ശരീരത്തെ ഘോരം തപസ്സാൽ വശത്താക്കണം ക്രമാൽ. ദേഹവും ദേഹിയും ശുദ്ധമായി തീർന്നെങ്കിൽ വർണ്ണാശ്രമധർമ്മം വേണ്ടെന്നു വെച്ചിടാം. ആത്മഗുരുവിനെ കണ്ടെത്തി സാദരം ഏൽപ്പിക്കണം സ്വമനസ്സും ശരീരവും. അഷ്ടാംഗയോഗാദി സർവം പഠിക്കുകിൽ തീർത്തും ത്യജിക്കാം വിഷയങ്ങൾ സർവവും. വീണ്ടും ഒരു ദേഹം കിട്ടാത്ത പാകത്തിൽ പുണ്യപാപങ്ങളെ തുല്യങ്ങളാക്കണം. ദേഹമുണ്ടെങ്കിലോ കർമ്മങ്ങൾ ചെയ്തിടും, ആയതോ സർവം കൊടുക്കാം അനന്തന്. കർമ്മമോ കൂലിയോ കൈപ്പറ്റിയാൽ വീണ്ടും മറ്റൊരു ദേഹത്തെ പേരേണ്ടിയും വരും. ഇങ്ങനെ സംസാരം നേടുവാൻ കാരണം അജ്ഞാനമാകുന്ന മായ തന്നെ സുതാ. കർമ്മത്തിനെ ബന്ധം തീർക്കാൻ കഴിഞ്ഞിട, എത്ര കഷ്ടപ്പെട്ടും ജ്ഞാനത്തെ നേടണം. സംസാരമുക്തിക്കു വേറെ വഴിയില്ല, ശുദ്ധനാം ഭക്തന് രണ്ടും ഞാനേകിടും. കർമ്മം ജനിപ്പിക്കും ആസക്തിയും പിന്നെ അജ്ഞാനവും ഒപ്പം സംസാരവും എന്ന് വേദവും ചൊല്ലുന്നു. ആകയാൽ നിൻ ലക്ഷ്യം ഹേതൂപാധി കൂടാതുള്ള ഭക്തിയാൽ ധർമാർത്ഥ കാമവും മോക്ഷവും ഭക്തിയും കർമ്മം സമർപ്പിച്ചു നേടണം നിശ്ചയം. ഈശ്വരദത്തമം കർമ്മസ്വഭാവത്തെ ദ്രവ്യവും കാലവും ജീവനെ ബന്ധിക്കും. കർമ്മം തപസ്സായി ചെയ്യുകിൽ മാത്രമേ മുക്തി വരൂ, നിഷേധിച്ചാൽ ലഭിച്ചിടാം. കർമ്മനിഷേധം മഹാപാപമാണെന്നും വേദം പറയുന്ന കർത്തവ്യമല്ലയോ. എന്നും മുമുക്ഷുവായി കർമ്മത്തെ ചെയ്യുകിൽ ജ്ഞാനിയായി ചിത്തം സ്വതന്ത്രവുമായിടും. യാഗാദികൾക്കായി വേറെയും കർമ്മികൾ വേണം, നടത്തിപ്പുകാരും സൽസേവകർ. യാജ്ഞികർ കൂടുകിൽ കർമ്മലോപം വരാം, ദ്രവ്യധനശുദ്ധി കിട്ടാതെയും വരാം. ജ്ഞാനികൾ ചെയ്യുന്ന കർമ്മഫലത്തിനാൽ മുക്തരാകാം ഭക്തി മാർഗത്തിലെത്തവേ. നാസ്തികർ ചൊല്ലുന്ന കർമ്മമില്ലാതെയും ജ്ഞാനിക്കു മുക്തി ലഭിക്കുമെന്നിങ്ങനെ ദേഹാഭിമാനം കളയാനായി കർമ്മവും ഞാനെന്ന ബോധം ത്യജിക്കുകിൽ ജ്ഞാനവും. വിജ്ഞാനിയായി ആത്മതത്വവും നേടിടാം, ജ്ഞാനിക്കു കർമ്മത്തെ തീർത്തും ത്യജിച്ചിടാം. മായ കൊണ്ടാണീ പ്രപഞ്ച ദൃശ്യത്വവും ഭോഗലബ്ധി കർമ്മവാസനയാലിതി
കണ്ടിട്ടു ദേഹേന്ദ്രിയ വൃത്തി വിട്ടു നാം ആത്മാനുസന്ധാനം ചെയ്യണം ബുദ്ധിമാൻ. ജ്ഞാനം വെളിച്ചമായി കർമ്മം ഇരുട്ടുമായി വേദം പറയുന്നു ഒപ്പം ഭവിച്ചിടാം. മായയാൽ ദേഹം ഞാൻ എന്നുള്ള ശങ്കയെ വിട്ടാൽ വിടാം സർവകർമ്മവും വിദ്യവാൻ. നേതി നേതി വാക്യം കൊണ്ട് ഭഗവാനെ ബ്രഹ്മത്തെ കാണും പരാവിദ്യ നേടുകിൽ. അപ്പോൾ ഈ ജീവനും ആത്മാവും ഒന്നെന്ന് മായ കടന്നൊരാൾ കാണും അഭേദമായി. സംസാരം താണ്ടിയാൽ വേദവും വിട്ടിടാം ബ്രഹ്മത്തിലെത്താം വിശുദ്ധ വിജ്ഞാനിയായി. കർത്തൃത്വബോധം വരികയില്ല പിന്നെ മായ ഒഴിഞ്ഞു പോം കേവല വിദ്യയാൽ. സർവ ഉപനിഷദ് വാക്യവും ചൊല്ലുന്നു ജ്ഞാനമത്രേ മുക്തിഹേതു സൽഭക്തനും. കർമ്മഫലം കൊണ്ട് കാമങ്ങൾ നേരിടാം ഭോഗം ഭുജിച്ചാൽ ഭവം വന്നു ചേർന്നിടും. അപ്പോൾ ഈ കർമ്മത്തെ വേണ്ടെന്നു വയ്ക്കുവാൻ സാധിക്കയില്ല അവിദ്യവാനെപ്പോഴും. ആയതുകൊണ്ടു നാം ജ്ഞാനത്തെ നേടണം സത്കർമ്മം പോലും വിടയണം ലയത്തിനായി. ചിത്തശുദ്ധിക്കായി ഗുരു സേവ ചെയ്യണം വേദവാക്യം അഹം ബ്രഹ്മാസ്മി എന്നതും. തത്വമസി അയമാത്മാ ബ്രഹ്മ പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ ഈ സൂത്രവാക്യങ്ങളും വേണ്ട വിധം ഹൃത്തിൽ നിത്യം സ്മരിക്കണം. ആത്മാ പരമാത്മാ ഐക്യം ഗ്രഹിക്കുവാൻ എന്നും മഹാമേരു പോലെ വർത്തിക്കണം. ആനന്ദചിത്തനായി ശബ്ദാർത്ഥവും പിന്നെ തത് എന്ന ബ്രഹ്മവും ത്വം എന്ന ജീവനും ഒപ്പം അസി എന്ന ചേരലും കാണണം. പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും ഉള്ള ദ്വന്ദ്വം കടക്കണം ഒന്നായി തീരണം. പഞ്ചഭൂതങ്ങളാം ദ്രവ്യവും കാലവും കർമ്മവും ജീവനും ചേരും സ്വഭാവവും. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അന്ധകരണത്താൽ തിന്നും സുഖദുഃഖം എന്നും മനസ്സാണ് ഭോഗങ്ങൾ തിന്നുക ദ്യോതിപ്പിക്കുന്നതോ സാക്ഷിയാമീശ്വരൻ. പഞ്ചകോശങ്ങളും പഞ്ചപ്രാണങ്ങളും ചേർന്നൊരീ ദേഹം ഭുജിപ്പിക്കും ജീവനെ. ദേഹം ത്യജിക്കുമ്പോൾ കാരണദേഹത്തിൽ തിന്നും നരകവും സ്വർഗഭോഗങ്ങളും. പുണ്യപാപങ്ങൾ സമമാകുകിൽ വീണ്ടും മാനുഷദേഹത്തിലെത്തിടും ജീവനും. പിന്നെ മുമുക്ഷുവായി ബ്രഹ്മത്തെ നേടുകിൽ ഗർഭവാസം തീർന്നു മുക്തനാം നിശ്ചയം. ദേഹത്തോടൊത്തുള്ള ജീവൻ സ്വസംഗത്താൽ സത്തും അസത്വമായി ബന്ധിതനായിടും. ശ്രദ്ധയും ബുദ്ധിയും ചേരുകിൽ ഭക്തനായി സംഘം വെടിഞ്ഞും ഈ ദ്വന്ദ്വത്തെ താണ്ടിടാം. ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇവകളാൽ ഒട്ടും ഭ്രമിക്കാതെ ബ്രഹ്മത്തെ തേടണം. ദേഹേന്ദ്രിയ പ്രാണ ചിത്തങ്ങളിൽ സദാ മോഹിപ്പിക്കുന്ന വിഷയബന്ധം വരാം. ബുദ്ധി തമോ ഗുണവൃത്തിയിൽ പെട്ടെന്നാൽ സംസാരം താണ്ടാൻ കഴിയില്ല ജീവന്. സ്വൽപ്പം വിഷമിച്ചും വൈരാഗ്യബുദ്ധിയാൽ സർവം നിഷേധിച്ച് ബ്രഹ്മത്തിൽ ലക്ഷ്യമായി. തൊണ്ടാം ജഗത്തിനെ തള്ളി ഇളനീര് പാനം ചെയ്യൂ പരമാനന്ദലബ്ധിക്കായി. ദേഹം ജനിക്കുന്നു മാറുന്നു നിൽക്കുന്നു ഒപ്പം വളരും ക്ഷയിക്കും നശിച്ചിടും. ആത്മാവ് നിത്യൻ സ്വതന്ത്രൻ പരിപൂർണൻ ഏകൻ സ്വയം പ്രഭൻ എങ്ങും നിറഞ്ഞവൻ. സച്ചിദാനന്ദ സ്വരൂപനിൽ എങ്ങനെ ദുഃഖം തരുന്ന പ്രപഞ്ചത്തെ കണ്ടിടും. കാണുന്നു നാം ഭ്രമിച്ചെന്നും ജഗത്തിനെ കാരണം ഛായയായി മാത്രം ഈ മിഥ്യയെ. അജ്ഞാനം കൊണ്ടോ കയറിൽ നാം പാമ്പിനെ കാണുന്ന പോൽ മാത്രമെന്നതറിയണം. കാണും ജഗത്തെല്ലാം ഈശ്വരനെങ്കിലും ബ്രഹ്മമായി കാണരുതെന്നും ജഗത്തിനെ. സൃഷ്ടികാലത്തിത് രണ്ടായി തീർന്നപ്പോൾ ഉണ്ടായി പുമാനം പ്രകൃതി മഹത്വമായി. പിന്നെ അഹം ശേഷം സത്വരജസ്തമം ഇച്ഛയും ബന്ധവും ദുഃഖസുഖങ്ങളും നാനാത്വവും അതിൽ സാക്ഷിയായി ഏകനായി. മായ കൊണ്ടെല്ലാം മറച്ചും അവിദ്യയാൽ അസ്തിത്വം ചേർത്തിട്ട് അനുഭവിപ്പിച്ചുമായി. മോഹജാലത്തിൽ പെടുത്തി മഹാമായ ചുട്ടുപഴുത്ത ഇരുമ്പാം കനലിലെ തേജസ്സു വിട്ടാൽ ഇരുമ്പായി മാറുന്ന പോലെ ഈ നമ്മിലെ ഈശാംശം ഭക്തിയാൽ ഈശ്വരനാവും മറിച്ചായാൽ മൂഢനാം. സദ്ഗുരു വേദവും നിത്യമനനവും അന്തർമുഖത്വവും നൽകുന്നു മുക്തിയെ. അപ്പോൾ ജഗത്താം ജഡത്തെ ഉപേക്ഷിച്ച് ഈശ്വരൻ ഞാൻ എന്ന തോന്നലുദിച്ചിടും. കർമ്മമില്ലാത്തവൻ ദുഃഖമില്ലാത്തവൻ ശുദ്ധൻ അജൻ ആത്മാ അദ്വയൻ വിദ്യവാൻ. മുക്തൻ അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ഒട്ടും പതറാതെ ചിന്തിക്കും സാധകൻ. ഔഷധം രോഗത്തെ എന്ന പോൽ മാനസം ഇന്ദ്രിയ വൃത്തിയെ തീർത്തും കളഞ്ഞിടും. ശുദ്ധ മനസ്കനായി ഏകനായി സ്വസ്ഥനായി ആത്മാവിൽ വിജ്ഞാന ദൃഷ്ടിയാൽ ധ്യാനിച്ച് കണ്ടു പരമാത്മാ ബ്രഹ്മത്തെ ജ്ഞാനിയായി. ബാഹ്യാന്തര ഭേദം വിട്ടൂലയത്തിനായി സർവജഗത്തും ലയിപ്പിക്കാത്മാവിൽ ഓങ്കാര ബ്രഹ്മത്തെ സാധന ചെയ്യണം. വിശ്വപുരുഷൻ അകാരവും തൈജസൻ എന്നും ഉകാരം മകാരമീ പ്രാജ്ഞനും. വിഷ്ണു അകാരവും സ്രഷ്ടാവ് ഉകാരവും രുദ്രൻ മകാരവും സത്വരജസ്തമം. സാധകൻ തൻ്റെ സമാധിയിൽ എത്തിയാൽ തീരും അവസ്ഥാത്രയം എന്നറിയണം. ആദ്യം അകാരം ഉകാരത്തിൽ ചേർക്കണം. രണ്ടും അകാരത്തിൽ ചേർത്ത് വിമുക്തിക്കായി വിജ്ഞനാം ബ്രഹ്മമാണി ഞാനെന്നിങ്ങനെ നിർമ്മലനാ സച്ചിദാനന്ദമഗ്നനായി ആത്മസുഖം നേടി എന്നിൽ രമിക്കണം. മുക്തിപദം എൻ്റെ പാദമായി കാണണം.
ശ്രീരാമനിങ്ങനെ ലക്ഷ്മണനോടോതി കാമാതിശത്രുജയം വരിച്ചിടുവാൻ. ധർമ്മത്തിലൂന്നി സമർപ്പിത കർമ്മങ്ങൾ കർത്തൃത്വം വിട്ട് ഭുജിക്കണം പ്രാരബ്ധം. രാവും പകരുമീ എൻ്റെ നാമങ്ങളെ ആശ്രയിച്ചാൽ ബന്ധമൊക്കെ കളയും ഞാൻ. ശോകഭയ ദുഃഖം ഇന്നലെ നാളെയും ഇന്നും വരും ക്രമാൽ പൂർവജന്മകൃതം. പ്രാരബ്ധം തിന്നണം വർത്തമാനം വിടാം സഞ്ചിതം തീർക്കുവാൻ ഭക്തിയോടോദനം. പശ്ചാത്തപിച്ചിട്ട് ആത്മനിവേദനം ചെയ്യൂ ഭഗവാനിൽ സർവസമർപ്പണം. വെള്ളം സമുദ്രത്തിൽ പാലിലെ വെണ്ണ പോൽ ഖമ്മിലെ വായു പോൽ ആത്മാംശമീ ജഗത്. ഇങ്ങനെ ചിന്തിച്ച് ജീവനെ എന്നിൽ നീ ചേർക്കൂ പരമാത്മാ പൂർണ്ണലയത്തിനായി. എപ്പോൾ അഭിന്നത കാണാൻ കഴിഞ്ഞുവോ അപ്പോൾ മുതൽ ജീവൻ മുക്തനായി തീർന്നിടും. വേദാദി സർവപ്രമാണങ്ങളും സദാ മുക്തിമാർഗങ്ങൾ പറയുന്നു എങ്കിലും വീക്ഷണ വ്യത്യാസം കൊണ്ടു ഗ്രഹിച്ചിട. സത്യത്തെ എൻ്റെ അനുമോദനം വിന സർവമീ ഞാനെന്ന് തോന്നും വരെയെന്നും മുട്ടാതെ ചെയ്യണം ഭക്തനായി സേവനം. എന്നെ സദാ ഭക്തിയോടെ ഭജിക്കുകിൽ കാണാം സുഹൃത്തിൽ ഈ സുന്ദര രൂപവും. വേദത്തിൻ സാരവും ഗൂഢരഹസ്യവും നന്നായി ഉപദേശം തന്നു നിനക്കു ഞാൻ. ആരിത് നിത്യം മനനം നടത്തുമോ ആ പുണ്യവാൻ പാപമുക്തനായി തീർന്നിടും. അല്ലയോ ലക്ഷ്മണ കാണും പ്രപഞ്ചത്തെ മിഥ്യയെന്ന് എപ്പോഴും ചിന്തിച്ചു കൊള്ളണം. എല്ലാം ത്യജിച്ചും മനഃശുദ്ധി നേടണം. ആനന്ദമഗ്നനായി ദുഃഖം വെടിയണം. നിർഗുണനായോ സഗുണനായോ എന്നെ നിത്യം ഭജിക്കുന്നുവെങ്കിൽ ഗുണാതീതൻ ഞാനും അവനും സമനായി തീർന്നിടും. ലോകത്രയം ശുദ്ധമാക്കും അവൻ സ്വയം. സൂര്യകിരണം പോ തൃപ്പാദധൂളിയാൽ സർവർക്കും ചിത്തമാലിന്യം കളയുവാൻ. ഭക്തനാവാൻ ശ്രേയോബന്ധ കാട്ടുവാൻ ഞാനും അവനെന്നും നൽകും അനുഗ്രഹം. വേദവേദാന്ത ഉപനിഷസാരത്തെ വിജ്ഞാനവത്തായി പറഞ്ഞൊരൻ വാക്കുകൾ നീ കേട്ടതൊക്കെ ഗുരുഭക്തിയോടൊത്ത് നിത്യം ശ്രവിക്കുകിൽ മുക്തനായി തീർന്നിടും. എന്നിലും നിന്നിലും എൻ വാണിയെങ്കിലും ഭക്തിയും ശ്രദ്ധയുമൊത്ത് പഠിക്കുകിൽ നിന്റെ മനോവാക് ശരീര പ്രവൃത്തി ഞാൻ സാരൂപ്യമുക്തിക്കായി സ്വീകരിക്കും സുധാ. ഉത്തരകാണ്ഡം സർഗം 5 സമാപ്തം. രാമഗീത എന്ന അധ്യായം സമാപ്തം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ സീതാരാമേന്ദ്രാഭ്യ നമോ നമഃ.